Law of diminishing returns. Definition. Diminishing returns, also called law of diminishing returns or principle of diminishing managerial productivity. Economic law stating that if one input in the production of a commodity is increased while all other inputs are held fixed, a point will eventually be reached at which addition of the input will progressively smaller or dimension increase in output. ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഡൈമെൻഷൻ റിട്ടേൺസിനെ ലോ ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡൈമെൻഷൻ മാനേജ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നു. പിന്നെ എക്കണോമിക് ലോ സ്റ്റേറ്റ് എന്താ പറയുന്നത് വെച്ചാൽ ദാറ്റ് ഇഫ് വൺ ഔട്ട്പുട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റിയിലെ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് കമ്മോഡിറ്റിയിലെ വൺ ഇൻപുട്ട് ഓഫ് പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ഇൻപുട്ട് ബി ഫിക്സ്ഡ് ആയിരിക്കും. A point will eventually be reached at which addition of input will progressively small or dimension increase in output. Next, law of variable proportion. Definition. The law of variable proportions states that as the quantity of one factor is increased, keeping the other factor fixed, the manager product of that factor will eventually decline. This means that up to the use of a certain amount of variable factors, marginal product of factor may increase, and after a certain stage it starts diminishing. When the variable factor become relatively abundant and the marginal product may become negative. The law of variable proportion states that the quantity of one factor is increased. The law of variable proportion എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഒരു ക്വാണ്ടിറ്റിയുടെ വൺ ഫാക്ടർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ കീപ്പിംഗ് ദി അതർ ഫാക്ടർ ഫിക്സ്ഡ്, അപ്പോൾ വേറൊരു ഫാക്ടർ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടർ വിൽ ബി ഇവാഞ്ചുവൽ ഡിക്ലൈൻ. അപ്പം അതിൻ്റെ മാർജിനൽ ഫാക്ടർ ഓഫ് അതിൻ്റെ ഇവാഞ്ചുവലി ആയിട്ട് അതിൻ്റെ മാർജിനൽ ഫാക്ടർ ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് അപ് ടു ദി യൂസ് ഓഫ് സെർട്ടൻ എമൗണ്ട് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ ഇതെന്താ അർത്ഥമാക്കുന്നത് വെച്ചാൽ ഈ സർട്ടൈൻ എമൗണ്ട് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ ഉപയോഗം മൂലം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫാക്ടർ വിൽ ബി ഇൻക്രീസ്. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ആവും. ആൻഡ് ആഫ്റ്റർ ദ സർട്ടൻ സ്റ്റേജ് ഇറ്റ് സ്റ്റാർട്ട്സ് ഡൈമെൻഷനിങ്. അപ്പോൾ കുറച്ച് സ്റ്റേജസ് കഴിഞ്ഞാൽ അത് ഡൈമെൻഷനായി തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പറയുന്നത്. അടുത്തതിൻ്റെ ഗ്രാഫാണ്. അതിലെന്താ വെച്ചാൽ ഒന്ന് ടി പി എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റേജ് 1 സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, സ്റ്റേജ് 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുറേയും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അടുത്തത് വേറെ ഇൻക്രീസിങ് റിട്ടേൺസിൻ്റെ ആണ് ഒന്ന്. പിന്നെ അടുത്ത ഡൈമെൻഷൻ റിട്ടേൺസിൻ്റെ നെഗറ്റീവ് റിട്ടേൺസിൻ്റെ. അതിൽ രണ്ട് വേവ് ഉണ്ട്. അതിൽ ഒന്നിൻ്റെ അറ്റത്ത് എം പി എന്നും അതാണ് എം പി എന്നും പിന്നെ രണ്ടാമത്തേന് എ പി എന്നാണ് കൊടുത്തേക്കുന്നത്. അടുത്ത ഇതിൻ്റെ ഇതിൻ്റെ ഒരു 3 തരത്തിൽ സ്റ്റേജസ് ഉണ്ട്. അതൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേജ് 1, സ്റ്റേജസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. In this stage, total product increase at the increasing rate up to a point. This is because the efficiency of a fixed factor increases as additional unit of the variable factor are added on to it. അപ്പോൾ ഇത് സ്റ്റേജ് 1 ആണ്, സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. ഇൻ ദിസ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് ഇൻക്രീസ്, ഈ ടോട്ടൽ പ്രൊഡക്റ്റിന് ഇൻക്രീസ് വേറൊരു റേറ്റ് ഓഫ് ഇൻക്രീസ് ഒരു പോയിന്റ് റേറ്റ് ഇൻക്രീസ് ആകുമ്പോൾ കൂടും. ദിസ് ഈസ് ബിക്കോസ് ദി എഫിഷ്യൻസി ഓഫ് ദി ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഇൻക്രീസസ് ആസ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ദി വേരിയബിൾ ഫാക്ടേഴ്സ് ആർ ആഡഡ് ടു ഇറ്റ്. ദിസ് ഈസ് ബിക്കോസ് ദി എഫിഷ്യൻസി ഓഫ് ഫിക്സ്ഡ് ഫാക്ടേഴ്സിൻ്റെ വേരിയബിൾ അഡീഷണൽ യൂണിറ്റ് ഇൻക്രീസ് ആവും. അടുത്ത സ്റ്റേജ് 2, സ്റ്റേജ് ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ്. അത് രണ്ടാമത്തെ സ്റ്റേജാണ് സ്റ്റേജ് ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ്. ഇൻ ദിസ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ബട്ട് ഡൈമെൻഷൻ റേറ്റ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ഇറ്റ് മാക്സിമം പോയിന്റ് വേർ ദി സെക്കൻഡ് സ്റ്റേജ് എൻഡ്സ്. ഇതെന്ന് പറയുന്നത് വെച്ചാൽ ഈ സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഓഫ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെയും ഇൻക്രീസ് ആകുമ്പം പക്ഷേ ഡൈമെൻഷൻ റേറ്റ് വിൽ അണ്ടിൽ റീച്ചസ് ഇറ്റ് മാക്സിമം പോയിന്റ്. ഡൈമെൻഷൻ റേറ്റിൻ്റെ മാക്സിമം പോയിന്റിൽ റീച്ച് ആവും. അടുത്ത് മൂന്നാമത്തെന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. In stage 3, total product decline and therefore the TP curve slopes downward. As a result, marginal product of the labor is negative and the MP curve falls below the x-axis. In this stage, the variable factor is too much relative to the fixed factor. ഈ മൂന്നാമത്തെ ഈ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ആൻഡ് ദെയർഫോർ ടി പി കേർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. ഇതിൽ ടോട്ടൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ആയിട്ട് ടി പി കേർവ് താഴേക്ക് സ്ലോപ്സ് ആവും. അതിൻ്റെ സ്ലോപ്പ് താഴേക്ക് കർവായി നിൽക്കും.
അപ്പോൾ ആസ് എ റിസൾട്ട് ഈ ഒരു റിസൾട്ട് മൂലം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് നെഗറ്റീവ് ആൻഡ് ഈ ഒരു റിസൾട്ട് മൂലം മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ദ MB കർവ് ഫാൾസ് ബിലോ ദി എക്സസ്, അതേപോലെ MB കർവ് എക്സസിൻ്റെ താഴേക്കായിരിക്കും ഉണ്ടാകാറുള്ളൂ, ഫാളിയും. In this stage the variable factor is too much relative to the fixed factor. ഈ സ്റ്റേജിൽ ഇതിൻ്റെ വേരിയബിൾ ഫാക്ടർ ഫിക്സ്ഡ് ഫാക്ടറായിട്ട് കൂടുതൽ റിലേറ്റീവ് ആയിരിക്കും. അപ്പം അടുത്ത് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പം ലോ ഓഫ് ഡൈമെൻഷൻ കൺക്ലൂഷൻ. ഇൻ കൺക്ലൂഷൻ ദ ലോ ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ് ഈസ് വെൻ എ firm increases one factor of production but it come to a point where doing so fails to increase the output of the firm. This affect firm because increasing the factor of production even more would only end up making them lose money. ഇതെന്ന് പറയുന്നത് വെച്ചാൽ ലോ ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ് ഈസ് വെൻ എ ഫേം ഇൻക്രീസ്, ഒരു ഫേം ഇൻക്രീസ് ചെയ്യുമ്പം വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ ഫേം ഇൻക്രീസ് ചെയ്യും ബട്ട് ഇറ്റ് കംസ് ടു എ പോയിന്റ് വേർ ഡൂയിങ് സോ ഫെയിൽസ് ഇൻക്രീസ് ഔട്ട്പുട്ട് ഫേം. ബട്ട് ഇറ്റ് കംസ് ടു എ പോയിന്റ് വേർ ഡൂയിങ് ടു സോ ഫെയിൽ. പക്ഷെ അത് വരുന്നത് ഒരു പോയിന്റിലേക്ക് വരും, അതായത് ഔട്ട്പുട്ട് കുറവുള്ള ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ട് കുറവുള്ള ഇതിലേക്ക് ഇത് വരും, പോയിന്റ്സ് വരും, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഇത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിക്കോസ് ഇൻക്രീസിങ്, അപ്പോൾ ദിസ് അഫക്റ്റ് ഫേം, ഇതിങ്ങനെ വരുമ്പോൾ അത് ഫേമിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ബിക്കോസ് ഇൻക്രീസിങ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈവൻ വേർ മോർ വുഡ് യു ഓൺലി എൻഡ് അപ്പ് മേക്കിംഗ് ദം ലൂസ് ഓഫ് മണി. അപ്പോൾ ഇങ്ങനെ വരുമ്പം പൈസ നഷ്ടവും അതേപോലെ ഇത് ബ്രേക്കപ്പ് ആവുകയുള്ളൂ ഈ ഒരു ഫേം. അത് നെക്സ്റ്റ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനാണ്. ഫ്രം ദി ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഇറ്റ് മേ നോട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് നോ ഹോപ്പ് ഓഫ് റൈസിംഗ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് mankind. The fact, however, we can suspend the operation of dimension returns by continually improving the technique of production through the progress in science and technology. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ് മേ നോട്ട് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് നോ ഹോപ്പ് ഓഫ് റൈസിംഗ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് മാൻകൈൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ഒരു ഹോപ്പ് ഉണ്ടാകും, ഒരു ഹോപ്പും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ദ ഫാക്ടർ ഹൗ എവർ വി ക്യാൻ സസ്പെൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ഡൈമെൻഷൻ റിട്ടേൺസ് ബൈ കണ്ടിന്യൂലി ഇംപ്രൂവിംഗ് ദി ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ത്രൂ പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഡക്ഷൻ്റെ പ്രോഗ്രസ് പോലെ നമുക്ക് ഈ ഒരു സാധനം സസ്പെൻഡ് ചെയ്യാൻ പറ്റും, അതായത് ഡൈമെൻഷൻ ഓഫ് റിട്ടേൺസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ